നമസ്കാരം. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം എന്നത് സംഘർഷങ്ങളുടേത് കൂടിയാണ്. ഇറാനും അസർബൈജാനും ഇടയിൽ രൂപപ്പെടുന്ന പ്രതിസന്ധിയാണ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. ഇസ്രായേലുമായുള്ള അസർബൈജാന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിന് പുറമെ അസർബൈജാനിലെ ഒരു മുതിർന്ന ജൂതനെ വധിക്കാൻ ഇറാൻ ശ്രമം നടത്തിയെന്ന ആരോപണവും ഇരുവർക്കുമിടയിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാനും അസർബൈജാനും ഇടയിൽ സാംസ്കാരിക, മത, ജിയോ പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള സങ്കീർണമായ ഒരു ചരിത്രമുണ്ട്. രണ്ട് രാജ്യങ്ങളിലും പ്രധാനമായി ഉള്ളത് ഷിയ മുസ്ലിങ്ങളാണ് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ശക്തരായ സുന്നി മുസ്ലിം രാജ്യങ്ങളൊക്കെയുള്ള ഒരു സവിശേഷമായ മേഖലയിൽ ഇരുവർക്കുമിടയിൽ ഒരു സൗഹൃദം രൂപപ്പെടാൻ ഈ ഷിയ പശ്ചാത്തലം സഹായകരമാണ് എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഷിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സഖ്യങ്ങൾ രണ്ട് ചേരികളിലാണ്. നഗോർണോ കറാബാഖ് സംഘർഷത്തിൽ ഇറാൻ അർമേനിയയെയാണ് പിന്തുണച്ചത്. അതേസമയം അസർബൈജാൻ തുർക്കിയുമായും ഒപ്പം ഇസ്രായേലുമായും കൂടുതൽ അടുത്ത ബന്ധമുണ്ടാക്കി. ഇത്തരം സഖ്യങ്ങൾ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കി. ഇസ്രായേലുമായുള്ള അസർബൈജാന്റെ ബന്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അസർബൈജാൻ ഇസ്രായേലുമായുള്ള നയതന്ത്ര, സൈനിക, സാമ്പത്തിക ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആയുധ ഇടപാടുകൾ, ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടൽ, ഊർജ സഹകരണം എന്നിവയിലൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു പങ്കാളിത്ത രാഷ്ട്രങ്ങൾ എന്ന നിലയിലാണ് അസർബൈജാൻ ഇസ്രായേൽ ബന്ധം മുന്നോട്ട് പോകുന്നത്. നഗോർണോ കറാബാഖ് സംഘർഷത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളും അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന സൈനിക ഉപകരണങ്ങളൊക്കെ ഇസ്രായേൽ അസർബൈജാൻ നൽകിയതാണ്. ഈ ബന്ധത്തെ ഇറാൻ സംശയത്തോടെയും ഒപ്പം ആശങ്കയോടെയുമാണ് കാണുന്നത്. ഇറാനെതിരായ ചാരവൃത്തിക്കും അതുപോലെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാനിടയുള്ള ഒരു സൈനിക നടപടികൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ അസർബൈജാനെ ഇസ്രായേൽ ഉപയോഗിക്കുമെന്നാണ് ഇറാന്റെ ആശങ്ക. ഇറാന്റെ വടക്കൻ അതിർത്തിയിലേക്കുള്ള അസർബൈജാന്റെ സാമീപ്യം അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഇറാൻ സെൻസിറ്റീവായാണ് കാണുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കൊലപാതക ഗൂഢാലോചന സംബന്ധിച്ച ആരോപണവും ഒക്കെ വരുന്നത്. അസർബൈജാനിലെ ജൂത സമൂഹത്തിലെ ഒരു പ്രമുഖന് വധിക്കാനുള്ള ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി അസർബൈജാന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസ് അവകാശപ്പെടുന്നു. ഇറാനാണ് ഇതിന് പിന്നിൽ, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് അസർബൈജാന്റെ ആരോപണം. ഇതാണിപ്പോൾ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ഈ വധശ്രമത്തെ അപലപിക്കുകയും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും ഈ സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള അടുത്ത ബന്ധത്തെ ന്യായീകരിക്കാൻ അസർബൈജാൻ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമക്കുകയാണ് എന്നാണ് ഇറാന്റെ വാദം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഉന്നത ഉപദേഷ്ടാവായ കമാൽ ഖരാസി അസർബൈജാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള വളർന്നു വരുന്ന ബന്ധത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് അസർബൈജാൻ ആലോചിക്കണം എന്ന ഒരു ഭീഷണി കലർന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കമൽ ഖരാസി കൊടുത്തിരിക്കുന്നത്. തെക്കൻ കോക്കസസ് എനർജി റിസോഴ്സുകളുടെയും അതുപോലെ നിർണായക റോഡുകളും ഒക്കെയുള്ള ഒരു തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ഇറാനും അസർബൈജാനും തമ്മിൽ ഒരു നേരിയ ഉരസലുണ്ടായാൽ പോലും അത് ഇവിടുത്തെ പ്രാദേശിക സ്ഥിരതയെ തകർക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. ആ മേഖലയുടെ ചരിത്രം അനുസരിച്ച് ഒരു ചെറിയ സംഘർഷം പോലും ദീർഘകാല യുദ്ധങ്ങൾക്ക് വഴിമാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അസർബൈജാന്റെ സൈനിക കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ ഇടപെടൽ ഈ ഒരു സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നതും ഉറപ്പാണ്. തങ്ങളുടെ അതിർത്തിക്കടുത്തുള്ള ഇസ്രായേലി സാന്നിധ്യം അനുവദിക്കില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷമുണ്ടായാൽ പ്രദേശത്ത് ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു ഘടന തന്നെ രൂപപ്പെടുമെന്നത് ഉറപ്പാണ്. തുർക്കി അസർബൈജാനെയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം റഷ്യ നിഷ്പക്ഷ നിലപാടാണ് എടുക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടായാൽ റഷ്യ ഇടപെടാനുള്ള സാധ്യതയും കുറവാണ്. ഇറാനെതിരായ ഒരു അവസരം ലഭിക്കുന്നതിനെ ഇസ്രായേൽ ഒരിക്കലും വിട്ടുകളയില്ല. പ്രത്യേകിച്ച് അസർബൈജാനുമായി സൈനിക സഹകരണം കൂടിയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ ഇതിനോടകം രണ്ടുപേരോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒപ്പം നയതന്ത്ര ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ രൂപപ്പെടുന്ന ടെൻഷനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ ഇതിനോടകം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്.
കൊലപാതക ഗൂഢാലോചനയെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നാണ് UN ആവശ്യപ്പെടുന്നത്. അസർബൈജാൻ ഇസ്രായേലുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണ്. അടുത്തിടെ അസർബൈജാൻ ഇസ്രായേലിന്റെ തമർ ഗ്യാസ് ഫീൽഡിൽ 10% ഓഹരി വാങ്ങിയിരുന്നു. ഇതിന് പ്രതികരണമായി ഇറാൻ അസർബൈജാനിലെ അതിർത്തിക്ക് സമീപം സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുകയും 600 മൈലിലധികം ദൂരപരിധിയുള്ള ഒരു ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇസ്രായേലുമായി ഒരു നേരിട്ടുള്ള യുദ്ധമുഖം തുറന്നാണ് ഇറാൻ ഇരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അസർബൈജാനുമായി ഉണ്ടാകുന്ന സംഘർഷത്തിന് മറ്റൊരു തലമാണ് ഉള്ളത്. ഒപ്പം തുർക്കിയും സ്വാഭാവികമായി അമേരിക്കയും എല്ലാം ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണല്ലോ. മറ്റൊരു യുദ്ധം കൂടി ഉണ്ടാവാത്ത നിലയിൽ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.